ഹലോ, എല്ലാവർക്കും ജി ടിപ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് മൈക്രോസോഫ്റ്റ് എക്സലിലെ ഏറ്റവും പോപ്പുലറും പവർഫുള്ളുമായ വി ലുക്കപ്പ് അഥവാ വെർട്ടിക്കൽ ലുക്കപ്പ് എന്ന ഫംഗ്ഷനാണ്. നിങ്ങളൊരു ബിഗിനർ ലെവലിലുള്ള ആളായിരുന്നാലും അഡ്വാൻസ് ലെവലിൽ എക്സൽ യൂസ് ചെയ്യുന്ന ആളായിരുന്നാലും വി ലുക്കപ്പ് എന്ന ഫംഗ്ഷൻ അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇത് നിങ്ങളുടെ ഡാറ്റ അനാലിസിസിൽ നിങ്ങളെ വളരെയധികം സഹായിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വി ലുക്കപ്പ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് പഠിക്കാം. ഇവിടെ നോക്കിക്കോ, നമുക്ക് ഒരു ഡാറ്റ ടേബിളുണ്ട്. അതായത് ഒരു ടെലിഫോൺ ഡയറക്ടറി ഡാറ്റ ടേബിളാണ്. അതിൽ നെയിമുണ്ട്, മൊബൈൽ നമ്പറുണ്ട്, ഏജ് ഉണ്ട്, ജെൻഡറുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഒരു കസ്റ്റമറുടെ നെയിം കൊടുക്കുമ്പോൾ അതിനനുബന്ധമായിട്ടുള്ള മൊബൈൽ നമ്പർ, ഏജ്, ജെൻഡർ എന്നിവ ഈ ഡാറ്റ ടേബിളിൽ നിന്നും എടുത്ത് നമുക്ക് ഇവിടെ കിട്ടേണ്ടതാണ്. അതാണ് നമ്മുടെ ഇവിടെ വി ലുക്കപ്പ് ഉപയോഗിച്ച് ചെയ്യാൻ പോകുന്നത്. വി ലുക്കപ്പ് ഇവിടെ ലുക്കപ്പ് വാല്യൂ ഏതാണെന്നാണ് ചോദിക്കുന്നത്. അത് നമുക്കിവിടെ വിവേകാണ് നമ്മൾ ലുക്കപ്പ് വാല്യൂ. അത് നമ്മുടെ J6-ലാണുള്ളത്. അതിനുശേഷം ഏത് ടേബിളിലാണ് സെർച്ച് ചെയ്യാവുന്നത് എന്നാണ് ചോദിക്കുന്നത്. നമുക്ക് സെർച്ച് ചെയ്യാവുന്ന ടേബിൾ എൻ്ററായിട്ട് നമ്മളിവിടെ സെലക്ട് ചെയ്യണം. ആ ടേബിൾ മൊത്തം അവിടെ നമ്മൾ സെലക്ട് ചെയ്തു. അതിനുശേഷം ആ ടേബിളിൽ കോളത്തിൻ്റെ ഇൻഡെക്സ് ഏത് കോളമാണെന്നാണ് ചോദിക്കുന്നത്. നമുക്കിപ്പോൾ മൊബൈൽ നമ്പറാണല്ലോ വേണ്ടത്. മൊബൈൽ നമ്പർ നമുക്കിവിടെ രണ്ടാമത്തെ കോളമാണ്. ഇത് ഒന്നാമത്തെ കോളം, ഇത് രണ്ടാമത്തെ കോളം. അപ്പോൾ രണ്ടാമത്തെ കോളം അവിടെ എഴുതുക. അതിനുശേഷം നമുക്ക് എക്സാക്റ്റ് മാച്ച് വേണോ അപ്രോക്സിമേറ്റ് മാച്ച് വേണോ എന്നാണ് ചോദിക്കുന്നത്. നമുക്കിവിടെ എക്സാക്റ്റ് മാച്ചാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ഫാൾസ് എന്ന് കൊടുക്കുക. അപ്പോൾ എൻ്റർ ചെയ്യാൻ കണ്ട വിവേകിൻ്റെ മൊബൈൽ നമ്പർ നമുക്കിവിടെ കിട്ടിയത് കണ്ട. അതുപോലെ ഏജും സെയിം ഫോർമുല തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാം. വി ലുക്കപ്പ് വാല്യൂ ഏതാണ്? വിവേക്. ഏത് ടേബിളിലാണ് നോക്കേണ്ടത്? ആ എൻ്റയർ ടേബിൾ നമ്മളിവിടെ സെലക്ട് ചെയ്യുക. ടേബിൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം കോളം ഇൻഡെക്സ് നമ്പർ ചോദിക്കുക, ഏത് കോളത്തിലാണ്. അപ്പോൾ ഏജ് നമുക്കിവിടെ മൂന്നാമത്തെ കോളത്തിലാണ്. 1, 2, 3. അതിനുശേഷം നമുക്ക് എക്സാക്റ്റ് മാച്ചാണ് വേണ്ടത്. അപ്പോൾ ഫോൾസ് ഉണ്ടോ ഏജ്. അടുത്ത ജെൻഡർ അതേമാതിരി വി ലുക്കപ്പ് വാല്യൂ ഏതാണ്? വിവേക്. ഏത് ടേബിളാണ്? ടേബിൾ എൻ്റയർ സെലക്ട് ചെയ്യുക. അതിനുശേഷം കോളം നമ്പർ എത്രയാണെന്നുള്ളത് കൊടുക്കുക. ഇവിടെ നമുക്ക് ജെൻഡർ എന്നുള്ളത് 4ാമത്തെ കോളമാണ്. അത് സെലക്ട് ചെയ്യുന്നത് നമുക്ക് എക്സാക്റ്റ് മാച്ചാണ് വേണ്ടത്. അപ്പോൾ ഫാൾസ് കണ്ടോ വന്നതുകൊണ്ട് ഇനി നമ്മൾ ഇവിടെ പേര് അഞ്ജലിയുടെ ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ലിസ്റ്റിൽ നിന്ന് നമ്മൾ അഞ്ജലി സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് അഞ്ജലിയുടെ ഡീറ്റെയിൽസ് വന്നതുണ്ടോ? കണ്ടോ സെയിം തന്നെയല്ലേ ഇവിടെ 18 ഏജ്, ഫീമെയിൽ എല്ലാം ഇവിടെ വന്നതുണ്ടോ? അപ്പോൾ ഇതാണ് നമ്മുടെ വി ലുക്കപ്പ്. ഉണ്ടോ കവിത എന്ന് സെലക്ട് ചെയ്തപ്പോൾ കവിതയുടെ ഡീറ്റെയിൽസ് വന്നതുണ്ടോ? വി ലുക്കപ്പ് യൂസ് ചെയ്യുമ്പോൾ ചില ടിപ്സുകൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതാണ് ഇവിടെ പറയാൻ പോകുന്നത്. ഇവിടെ നമ്മൾ വി ലുക്കപ്പ് മൊബൈൽ നമ്പർ കണ്ടെത്താനുള്ള വി ലുക്കപ്പ് ഫോർമുല യൂസ് ചെയ്യുകയാണ്. ലുക്കപ്പ് വാല്യൂ എന്ന് പറയുന്ന കവിത, ടേബിൾ എന്ന് പറയുന്നത് എൻ്റെ ടേബിൾ നമ്മളിവിടെ സെലക്ട് ചെയ്തു. കോളം ഇൻഡെക്സ് നമ്പർ എന്ന് പറയുന്ന മൊബൈൽ നമ്പറിൻ്റെത് 2 ആണ്. അത് നമ്മൾ ഇവിടെ സെലക്ട് ചെയ്തു 2. പിന്നെ നമുക്ക് എക്സാക്റ്റ് മാച്ചാണ് വേണ്ടത്. അപ്പോൾ ഫാൾസ് എന്ന് ടൈപ്പ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് മൊബൈൽ നമ്പർ കിട്ടി. ഇനി ഇതേ ഫോർമുല തന്നെ നമുക്ക് കോപ്പി ചെയ്ത് മറ്റ് ഏജിലും ജെൻഡറിലും ഉപയോഗിക്കാൻ പറ്റും. അവിടെ പ്രത്യേകിച്ച് ടൈപ്പ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അതെങ്ങനെയാണ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ലോക്ക് ചെയ്യണം. അതായത് ഈ J6 എന്ന് പറയുന്നതാണല്ലോ നമ്മുടെ ലുക്കപ്പ് വാല്യൂ എന്ന് പറയുന്ന കവിത. അത് എല്ലായ്പ്പോഴും ആ J6-ൽ തന്നെയാണല്ലോ വാല്യൂ വരുന്നത്. അപ്പോൾ അത് നമ്മൾ ലോക്ക് ചെയ്യണം. ലോക്ക് ചെയ്യുന്നതിന് വേണ്ടി ലോക്ക് ചെയ്യുന്ന ഭാഗം മാത്രം സെലക്ട് ചെയ്തതിന് ശേഷം F4 സ്വിച്ച് ക്ലിക്ക് ചെയ്താൽ മതിയാവും. ഉണ്ടോ F4 ക്ലിക്ക് ചെയ്തപ്പോൾ അവിടെ ഒരു $സൈൻ വന്നതുണ്ടോ? ആ $സൈൻ വന്നു കഴിഞ്ഞാൽ അത് ലോക്കാവും. F4 ആണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. F4 ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കാണ് അത് ലോക്കാവുന്നത്. കണ്ടോ ഇവിടെ കണ്ടോ നമുക്ക് ഈ A1 മുതൽ D21 വരെയും കൂടെ സെലക്ട് ചെയ്യുക. അതായത് ആ ടേബിൾ എപ്പോഴും സെയിം ആയിരിക്കുമല്ലോ. അപ്പോൾ അത് ലോക്ക് ചെയ്യുന്നതിന് വേണ്ടി അത് സെലക്ട് ചെയ്തതിന് ശേഷം F4 ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൽ $സൈൻ വരുന്നുണ്ടോ? അപ്പോൾ അത് ലോക്കായി കഴിഞ്ഞു. ഇനി ആ ഫോർമുല നമുക്ക് കോപ്പി ചെയ്ത് മറ്റ് സ്ഥലങ്ങളിലും യൂസ് ചെയ്യാം. ജസ്റ്റ് നമ്മളവിടെ കോളം നമ്പർ, ഏജിൻ്റെ കോളം നമ്പർ 3 ആയിരിക്കുമല്ലോ ഈ ഡാറ്റ ടേബിളിൽ, അത് മാത്രം ചേഞ്ച് ചെയ്യുന്നു. ജെൻഡറിൻ്റെ കോളം നമ്പർ 4 ആണല്ലോ, 4 ഉണ്ടോ? ഇങ്ങനെ നമുക്ക് കോപ്പി ചെയ്ത് ഉപയോഗിക്കാം. അപ്പോൾ എല്ലാ പ്രാവശ്യവും നമ്മൾ പ്രത്യേകം ടൈപ്പ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. വി ലുക്കപ്പിൻ്റെ ചില ലിമിറ്റേഷൻസിനെ കുറിച്ച് നമുക്ക് ഇവിടെ ചർച്ച ചെയ്യാം. ഈ ടേബിളിൽ ഇപ്പോൾ ഒരു കോളം കൂടെ ഉണ്ടെന്ന് നോക്കിയോ, സീരിയൽ നമ്പർ. അപ്പോൾ നമുക്ക് വി ലുക്കപ്പ് ഫോർമുല അപ്ലൈ ചെയ്ത് നോക്കാം. വി ലുക്കപ്പ് വാല്യൂ എന്ന് പറയുന്നത് ഇവിടെ ഏതാണ് വരുന്നത്? ഗോപികയാണ് നമ്മുടെ ലുക്കപ്പ് വാല്യൂ. അപ്പോൾ
ഗോപിക അവിടെ, അതായത് J6 ഗോപിക എന്നുള്ള വാല്യൂ ആണ് ലുക്കപ്പ് വാല്യൂ K6. അതിനുശേഷം എൻ്റെ ടേബിൾ സെലക്ട് ചെയ്യുക. കോളത്തിൻ്റെ ഇൻഡെക്സ് നമ്പർ ഇവിടെ 3 ആണ്, മൊബൈൽ നമ്പറാണല്ലോ കിട്ടാനുള്ളത് 3. അപ്പോൾ അത് നമ്മുടെ ഇവിടെ ഫാൾസ് കൊടുക്കുന്നു. ഇപ്പോൾ റോങ് കാണിക്കുന്നുണ്ട്. അതിനുള്ള കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സെർച്ച് ചെയ്യുന്ന വാല്യൂ മോസ്റ്റ് ലെഫ്റ്റ് സൈഡിലായിരിക്കണം. അതാണ് വി ലുക്കപ്പിൻ്റെ ലിമിറ്റേഷൻ. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ സീരിയൽ നമ്പർ എന്നൊരു കോളമാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ എറർ കാണിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ വി ലുക്കപ്പ് വാല്യൂ ഏതാണ് ഗോപിക, നമ്മൾ ആ സീരിയൽ നമ്പർ എന്നുള്ള പാർട്ട് വിട്ടിട്ട് ബാക്കി മാത്രമേ നമ്മൾ ടേബിളായിട്ട് സെലക്ട് ചെയ്യാവൂ. എങ്കിൽ മാത്രമേ അത് കറക്റ്റിന് വരുള്ളൂ, അല്ലെങ്കിൽ എറർ കാണിക്കും. അതാണ് വി ലുക്കപ്പിൻ്റെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ഇവിടെ നമുക്ക് സെയിം തന്നെ വാല്യൂ ലോക്ക് ചെയ്യാം. ലോക്ക് ചെയ്തതിന് ശേഷം മറ്റ് ഏജിലും ജെൻഡറിലും യൂസ് ചെയ്യാവുന്നതാണ്. F4 ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് $സൈൻ വന്നു, ലോക്കായി. അത് നമ്മൾ കോപ്പി ചെയ്ത് മറ്റ് ഇതിലും കൂടെ ഇടാവുന്നതാണ്. അതിനുശേഷം നമുക്ക് അത് കോളൻ നമ്പർ അവിടെ ഏജിന് 3 ആണ്, ജെൻഡറിന് 4 ആണ്. അപ്പോൾ നമ്മൾ സെർച്ച് ചെയ്യുന്ന വാല്യൂ എപ്പോഴും മോസ്റ്റ് ലെഫ്റ്റ് സൈഡിലായിരിക്കണം. അതാണ് വി ലുക്കപ്പിൻ്റെ ഒരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ദയവായി ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. GV ടിപ്സ് എന്ന യൂട്യൂബ് ചാനലിൽ ഇനിയും ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള നിരവധി വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അത് അപ്ലോഡ് ചെയ്യുന്ന മുറയ്ക്ക് നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നതാണ്.